അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബച്ച് വിൽമറിനെയും നിലവിലെ സാഹചര്യത്തിൽ തിരികെ കൊണ്ടുവരുന്നത് അപകടമേറിയ ദൗത്യമാണെന്ന് നാസ. ഇരുവരുമില്ലാതെ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ഭൂമിയിലേക്ക് തിരിക്കും. അടുത്ത വർഷം ഫെബ്രുവരിയോടെയാകും ഇരുവരെ തിരിച്ചെത്തിക്കുക. ഇതോടെ 8 ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യം 8 മാസത്തോളം നീളും. സ്പെയിൻ എക്സിന്റെ Q9 മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ 2 പേർക്കൊപ്പമാവും ഇരുവരും തിരിച്ചെത്തുക. സെപ്റ്റംബർ ആദ്യത്തോടെ സ്റ്റാർ ലൈനിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാണ് ശ്രമമെന്നും നാസ അറിയിച്ചു. തിരിച്ചെത്തുന്ന സ്റ്റാർ ലൈനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ബോയിങ്ങും നാസയും ശേഖരിക്കും. ജൂൺ 5-നാണ് ബോയിങ് സ്റ്റാർ ലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസ്, ബച്ച് വിൽമർ എന്നിവർ ബഹിരാകാശ നിലയത്തിലെത്തിയത്. നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയം ചോർച്ചയുണ്ടാവുകയും ചെയ്തിരുന്നു. Q9-നൊപ്പം വിൽമേറും സുനിതയും അടുത്ത ഫെബ്രുവരിയിൽ മടങ്ങിയെത്തുമെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ബോയിങ്ങിന്റെ പുതിയ CEO കെല്ലി ഓബറ്റ്ഗട്ടുമായി നാസയുടെ തീരുമാനം ചർച്ച ചെയ്തതായും ബിൽ അറിയിച്ചിട്ടുണ്ട്. സ്റ്റാർലൈനർ സുരക്ഷിതമായി തിരിച്ചെത്തിയ ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഓബർഗട്ട് പറഞ്ഞിരിക്കുന്നത് എന്നും ബിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തകരാർ കണ്ടെത്തിയതു മുതൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ബോയിങ് ആരംഭിച്ചിരുന്നു. വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഭൂമിയിലെ കമ്പനി പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ക്രൂവുമായി തിരിച്ചെത്തിക്കാൻ സ്റ്റാർലൈനർ സുരക്ഷിതമാണെന്ന് നാസയെ ധരിപ്പിക്കുന്നതിനായി പരീക്ഷണങ്ങളിലെ വിവരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ കൂടുതൽ ചോദ്യം ഉയർത്തുകയും നാസയുടെ ആശങ്കകളെ പരിഹരിക്കാൻ ബോയിങ്ങിന് കഴിയാതെ പോവുകയുമായിരുന്നു. ക്യൂവിന്റെ സുരക്ഷയാണ് നാസയ്ക്ക് പ്രധാനമെന്ന് ഫ്ലോറിഡ ആസ്ഥാനമായുള്ള സ്പേസ് സയൻസ് ജേർണലിസ്റ്റായ എമി തോംസൺ പറഞ്ഞിരുന്നു. തിരിച്ചെത്തുമ്പോൾ ലീക്കുകൾ മൂലം പേടകത്തിന് എന്ത് സംഭവിക്കുമെന്നതാണ് പ്രധാന ആശങ്ക. അന്തരീക്ഷത്തിൽ അമിതമായ ചൂട് കാണുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. ക്യൂവിനെ അപകടത്തിലെത്തിക്കാതെ നാസയ്ക്ക് നിലവിൽ പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇല്ലാതെയാകുകയാണെന്നും എമി വ്യക്തമാക്കി. വർഷങ്ങളായി സ്വകാര്യ ബഹിരാകാശ സംരംഭക രംഗത്ത് പ്രവർത്തിക്കുന്ന ബോയിങ് കുറച്ചു വർഷങ്ങളായി സ്പേസ് സയൻസുമായി കടുത്ത മത്സരത്തിലാണ്. അതിനാൽ നാസയുടെ തീരുമാനം ബോയിങ്ങിന് നിർണായകമാണ്. അതേസമയം സുനിത വില്യംസിന്റെ ഭാഗമായ സ്റ്റാർ ലൈൻ പ്രൊജക്ട് വഴി ബോയിങ്ങിന് ഇതുവരെ $1.16 ബില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ട്. ജൂൺ ആദ്യവാരമാണ് സുനിത വില്യംസിനെയും ബച്ച് വിൽമറിനെയും വഹിച്ച് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ 8 ദിവസത്തേക്ക് മാത്രം നിശ്ചയിച്ചിരുന്ന ദൗത്യം പേടകത്തിന്റെ ക്യാപ്സ്യൂൾ ചോർന്നതോടെ മാസങ്ങളോളം നീളുകയായിരുന്നു. 2006-ലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത്. പിന്നീട് 2022-ൽ രണ്ടാമത്തെ യാത്ര നടത്തി. നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത എന്ന റെക്കോർഡിനുടമയാണ് സുനിത വില്യംസ്. ഗുജറാത്തിലെ മൊഹ്സാന ജില്ലയിലെ ജുലാസനിൽ ജനിച്ച സുനിത അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. അമേരിക്കയിലെ ടെന്നീസിൽ ജനിച്ച ബുച്ച് വിൽമോർ നേവി ടെസ്റ്റ് പൈലറ്റാണ്. ഇതിനു മുമ്പ് 3 ബഹിരാകാശ യാത്രകൾ നടത്തിയ ബുച്ച് വിൽമോർ 2009-ലാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്.